സൺറൈസ് വാലിയിലെ തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇനി നമുക്കൊപ്പം ചേരുന്നത് സൂചിപ്പാറയിലാണ്. സൺറൈസ് വാലി ചാലിയാറിന്റെ ഇരുകരകളിലും സമഗ്രമായി തെരച്ചിൽ നടത്തിയപ്പോഴും ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്ന ഒരു ചെറിയ ഭാഗം ഇപ്പോഴും തെരയാതെ അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് പരിശീലനം നേടിയ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, 4 SOG, ആർമിയിൽ നിന്നുള്ള 6 പേർ, ഇങ്ങനെയുള്ള 12 അംഗ സംഘമാണ് SKMJ ഗ്രൗണ്ടിൽ, ഇപ്പോൾ റോഷിപാൽ നിൽക്കുന്ന SKMJ ഗ്രൗണ്ടിൽ നിന്ന് എയർ ലിഫ്റ്റിംഗിലൂടെ സ്പോട്ടിലേക്ക് എത്തിച്ചേരുക. ദീപക് മോഹൻ, സൺറൈസ് വാലിയോട് ചേർന്ന് കിടക്കുന്ന ഇരു കരകളുമുണ്ട്. അവിടെ ഒരുപക്ഷേ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത പോലും അവശേഷിക്കുന്നുണ്ട്. കാരണം കാട്ടിലേക്ക് ഓടിക്കയറിപ്പോയ, വെള്ളക്കെട്ടുകളുള്ള ഭാഗങ്ങളിലേക്ക് ഓടിക്കയറിപ്പോയ മനുഷ്യരുണ്ട്. ആരെങ്കിലും ഈ 8ാം പക്കവും അവിടെ ജീവനോടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തുക, തിരിച്ചു പിടിക്കുക, അങ്ങനെയൊരു വലിയ ദൗത്യമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആ ഒരു മേഖലയുടെ പ്രത്യേകത എന്താണ് ദീപക് മോഹൻ? സൺറൈസ് വാലിയെക്കുറിച്ച് പറയൂ. സുജയ പാർവതി, നമ്മളിപ്പോൾ ഉള്ളത് സൺറൈസ് വാലിയിലാണ്. അതായത് ഇവിടെ തിരച്ചിൽ ദുഷ്കരം എന്ന് തന്നെയാണ് പറയാൻ കാരണം. ഇവിടെ കോടമഞ്ഞ്, നമ്മൾ വന്ന സമയത്ത് മഴയുണ്ടായിരുന്നു. മഴയുള്ളതും കോടമഞ്ഞുള്ളതും തിരച്ചിലിന് പ്രതിസന്ധിയാണ്. മാത്രമല്ല 8 മണിക്കാണ് ഈ ഭാഗത്തേക്ക് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം കൽപ്പറ്റ SKMJ സ്കൂളിൽ നിന്ന് മേപ്പാടിയിലെ ഈ സൺറൈസ് വാലിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഹെലികോപ്റ്ററിന് ഇവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതിന് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ഭാഗത്ത് ഇന്ന് തിരച്ചിൽ നടത്തുമെന്ന് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ പ്രതികൂലമായ കാലാവസ്ഥ തന്നെയാണ്. കോടമഞ്ഞുള്ളത് കൊണ്ട് തന്നെ മഞ്ഞ് മാറുന്നതിനനുസരിച്ച് ഈ ഭാഗത്ത് കൃത്യമായി വിഷൻ കിട്ടിയതിനു ശേഷം താഴോട്ടേക്ക്, അതായത് ഈ വനമേഖലയോട് ചേർന്ന പ്രദേശത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ചാലിയാർ നദിയുടെ ഇരുവശങ്ങളിലും നിലമ്പൂർ വരെയും ഇന്ന് അന്വേഷണം ഊർജിതമാക്കുമെന്ന് നേരത്തെ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഈ കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാണ് നമുക്കിവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ എത്തിയ സമയത്ത് മഴ അല്പമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഈ താഴെയുള്ള ഈ കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ഭാഗമാണ് നിലമ്പൂർ ഭാഗത്തേക്കുള്ള വനമേഖല എന്ന് പറയുന്നത്. അതായത് ചൂരൽമലയിൽ നിന്നും സൂചിപ്പാറ വെള്ളച്ചാട്ടം കടന്നു കഴിഞ്ഞ് കാന്തൻപാറ വെള്ളച്ചാട്ടവും കടന്നു കഴിഞ്ഞാൽ എത്തുന്ന വനമേഖല എന്ന പ്രദേശമാണ് ഇപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഭാഗത്തോടു കൂടിയാണ് ചാലിയാർ നദി ഈ പോത്തുകല്ല് വഴിയുള്ള വനമേഖലകളോട് കൂടി പരപ്പൻപാറയിലൂടെ നിലമ്പൂരേക്ക് എത്തുന്നത്. ആ ഭാഗത്താണ് ഇപ്പോൾ കോടമഞ്ഞ് കൂടി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യവും. നേരത്തെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി പരിശീലനം നേടിയ സ്ക്വാഡിന്റെ സഹായത്തോടു കൂടിയും ഒപ്പം ഈ ഹെലികോപ്റ്ററിൽ SOG കമാൻഡോസ്, പ്രത്യേക പരിശീലനം നേടിയ SOG കമാൻഡോസിന്റെ സഹായത്തോടു കൂടിയും തിരച്ചിൽ നടത്തുമെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 10:20 കൂടിയായിട്ടും തിരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. നേരത്തെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെയുള്ള പ്രദേശത്തും വനംവകുപ്പ് ജീവനക്കാരുടെ സഹായത്തോടു കൂടി DFOയും മറ്റ് RRT ടീം അംഗങ്ങളും തിരച്ചിൽ നടത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആ ഭാഗത്തു നിന്ന് ഏകദേശം 12 കിലോമീറ്ററും ദൂരമുള്ള ഈ സ്ട്രെച്ചുള്ള വനമേഖലയിലൂടെ തിരച്ചിൽ ഇപ്പോൾ ഈ സമയത്ത്, ഈ കാലാവസ്ഥയിൽ ദീപക് മോഹൻ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകണം. അവിടെ മലകൾ, മലയിടുക്കുകൾ, ഒപ്പം അതിനിടയിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, അതെല്ലാം കടന്നു വരുന്ന സൂചിപ്പാറ മുതലുള്ള മേഖലകൾ. ഈ പ്രദേശം എന്ന് പറയുന്നത് അതീവ ദുർഘടമായ പ്രദേശമാണ്. വനത്തിലൂടെ ചാലിയാറിന്റെ ഇരുകരകളിലും തെരച്ചിൽ നടത്തിയ ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത, ദീപക് ഇപ്പോൾ നിൽക്കുന്നതിന്റെ എതിർവശത്താണ് തെരച്ചിൽ നടക്കേണ്ടത്. അവിടേക്ക് ദീപക് ഒറ്റയ്ക്ക് പോകരുത് എന്നതുകൂടി ഞാൻ ദീപകിനോട് പറയുകയാണ്. ആ ഭാഗത്ത് വന്യമൃഗ ശല്യമുള്ള മേഖലയാണ്. സൂചിപ്പാറയിലെ ഈ ഒരു പ്രദേശത്തേക്ക് ഇതുവരെ ഈ 8 ദിവസവും രക്ഷാപ്രവർത്തകർക്കോ അല്ലെങ്കിൽ സൈന്യത്തിനോ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. കോട മൂടിക്കിടക്കുന്ന, മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു താഴ്വരയാണത്. ആ താഴ്വരയിലേക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഓടിക്കയറിയ മനുഷ്യരുണ്ടാകും. ആ മനുഷ്യർ ഒരുപക്ഷേ ഈ 8 ദിവസവും അതിജീവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിലും അവർക്കായുള്ള ഒരു തെരച്ചിൽ, കാണാതായവരിൽ പലരും പെട്ടുപോയത് ഈ ഒരു ഭാഗത്താകാം എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പരിശീലനം സിദ്ധിച്ച 12 അംഗ സംഘമാണ് സൺറൈസ് വാലിയിലേക്ക് തിരിക്കാൻ പോകുന്നത്. ഇപ്പോൾ റോഷിപാൽ നിൽക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് വരിക, എയർലിഫ്റ്റ് ചെയ്ത് അവിടെ ഇറങ്ങിയതിനു ശേഷം ഈ 12 അംഗ സംഘം മാത്രമായിരിക്കും അവിടെ തെരച്ചിൽ നടത്തുക. അതീവ ദുഷ്കരമായ മേഖലയാണ് നമ്മളിപ്പോൾ കാണുന്ന മലകൾക്കപ്പുറമുള്ള മേഖല. അതുതന്നെയല്ലേ ദീപക്? തീർച്ചയായും സുജിയ പറയും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ സൺറൈസ് വാലിയുടെ താഴ്ഭാഗത്തുള്ള വനമേഖലയ്ക്ക് മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ തൊട്ട് താഴെ ചെങ്കുത്തായ കൊക്കയും അതോടൊപ്പം അവിടെ വനമേഖല, ഈ നിലമ്പൂർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ ഭാഗത്തോടുകൂടിയുള്ള വനങ്ങൾക്കുള്ളിലൂടെയാണ് ഈ ചാലിയാർ ഇരുവിഞ്ഞിപ്പുഴ ഉദ്ഭവിച്ച് ചാലിയാർ നദിയായി രൂപാന്തരം പ്രാപിച്ച് നിലമ്പൂരുള്ള പരപ്പൻപാറ ആദിവാസി ഗ്രാമങ്ങളിലൂടെ ഒഴുകി പോത്തുകല്ലെത്തി അവിടെ നിന്ന് നിലമ്പൂരേക്ക് എത്തുന്നത്. ആ പ്രദേശത്ത്
ഭാഗത്താണ് ഇപ്പോൾ വലിയ തോതിൽ കോടമഞ്ഞ് മൂടി ദൃശ്യങ്ങൾ നമുക്ക് ആ ഭാഗത്തേക്ക് കാണാൻ പോലും ആകാത്ത ഒരു അവസ്ഥയുള്ളത്. നമ്മളിവിടെ എത്തിയ സമയത്ത് മഴയുണ്ടായിരുന്നു, എന്നാൽ അല്പം മുൻപ് കോട മാറി നിന്നെങ്കിലും വീണ്ടും കോടമഞ്ഞ് മൂടിക്കിടക്കുകയാണ്. നേരത്തെ SOGയുടെ തലവൻ തപോഷ് ബസുമതി പറഞ്ഞതുപോലെ തന്നെ മൂവിംഗ് ആയിട്ടുള്ള ഒരു ക്ലൗഡ്സ് ആണ്. ആ ക്ലൗഡ്സ് മാറുന്നതിനനുസരിച്ച് മാത്രമേ ഇങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ശ്രമകരമാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വലിയൊരു ദുഷ്കരമാണ്. ഹെലികോപ്റ്ററിൽ നിന്ന് ആളുകൾക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല ഈ പ്രത്യേകം പരിശീലനം ലഭിച്ച കമാൻഡോസിന് താഴോട്ടേക്ക് റോപ്പ് വഴി ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. ഈ വനമേഖലയിലൂടെ ദൃശ്യങ്ങൾ വ്യക്തമാകുമ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഈ വനമേഖലയിലൂടെയാണ് നദി ഒഴുകുന്നത്. അത് ചെറിയൊരു നീർച്ചാലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ആദ്യം എത്തിയ സമയത്ത് കോട അല്പം മാറി നിന്ന സമയത്ത് നമ്മൾ നദിയുടെ ഒരു ഭാഗം കണ്ടപ്പോൾ ഇത്തിരി വലിയ രീതിയിലേക്ക് ഈ നീർച്ചാൽ മാറി ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷമാണ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന ജലം വലിയ ഒരു പുഴ പോലെ ഒഴുകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടത്. പക്ഷേ അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ കാലാവസ്ഥ അനുകൂലമാകുകയാണെങ്കിൽ ആ ദൃശ്യങ്ങളും ഒപ്പം തിരച്ചിലിന്റെ ദൃശ്യങ്ങളും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. സുജയ.